ഹലോ, ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് IPL ലോകത്ത് ശരിക്കൊരു കോളിളക്കമുണ്ടാക്കിയ ഒരു വാർത്തയെക്കുറിച്ചാണ്. പല കൈമാറ്റങ്ങളും നടക്കാറുണ്ട്, പക്ഷേ ചിലത് അത് ചരിത്രത്തിന്റെ ഭാഗമാകും. മലയാളി താരം സഞ്ജു സാംസൺ ചെന്നൈ സൂപ്പർ കിങ്സിലേക്ക്. ഇത് വെറുമൊരു വാർത്തയല്ല, ഒരുപാട് ചോദ്യങ്ങൾ തുറന്നിടുന്ന ഒരു നീക്കമാണിത്. നമ്മുടെ കയ്യിൽ നിങ്ങൾ നൽകിയ ഒരു പിടി ലേഖനങ്ങളും റിപ്പോർട്ടുകളുമുണ്ട്. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഇതാണ്: എന്തുകൊണ്ടാണ് ഈയൊരു ട്രേഡ് ഇത്ര വലിയൊരു ചർച്ചയാകുന്നത്? പിന്നെ എല്ലാവരും ചോദിക്കുന്ന ആ ചോദ്യം, MS ധോണിയുടെ പിൻഗാമിയാവുക എന്ന ആ ഭാരം, അത് താങ്ങാൻ സഞ്ജുവിന് കഴിയുമോ? ഈ കളിക്കളത്തിലെ നീക്കങ്ങൾക്കപ്പുറം കോടികൾ മറിയുന്ന IPL എന്ന ബിസിനസ്സിൽ ഇതിൻ്റെ ഒരു സ്ഥാനമെന്താണ്? നമുക്ക് വിശദമായി തന്നെ ഇതൊന്ന് പരിശോധിക്കാം. തീർച്ചയായും. ഈ വിഷയത്തിന് പല തലങ്ങളുണ്ട്, അല്ലേ? ഒരു കളിക്കാരൻ, ഒരു ടീം, പിന്നെ ഒരു ഇതിഹാസത്തിന്റെ വിടവാങ്ങൽ, അതോടൊപ്പം വലിയ സാമ്പത്തിക കണക്കുകൾ എല്ലാം ഒരുമിച്ച് വരുന്ന ഒരു സംഭവമാണിത്. അപ്പോൾ നമുക്ക് അടിസ്ഥാന കാര്യങ്ങളിൽ നിന്ന് തന്നെ തുടങ്ങാം. ഈ ട്രേഡിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ഇത് അത്ര വലിയൊരു സംഭവമാവുന്നത് എന്തുകൊണ്ടാണ്? സഞ്ജുവിന് 18 കോടി രൂപ. അതെ, 18 കോടിക്ക് CSK സഞ്ജുവിനെ എടുത്തു. പക്ഷെ പകരമായി അവർ വിട്ടുകൊടുത്ത പേരുകളാണ് എന്നെ ശരിക്കും അത്ഭുതപ്പെടുത്തുന്നത്. രവീന്ദ്ര ജഡേജയും സാം കറനും. അതെ, ഇത് CSKയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ തീരുമാനങ്ങളിലൊന്നല്ലേ? തീർച്ചയായും. ഇതൊരു വെറും ട്രേഡല്ല, ഇതൊരു സ്റ്റേറ്റ്മെന്റാണ്. CSK ഭാവിയെക്കുറിച്ച് എത്ര ഗൗരവമായാണ് ചിന്തിക്കുന്നതെന്ന് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ്. ഒന്ന് ഓർത്തു നോക്കൂ, ജഡേജയെപ്പോലെ ഒരാളെ കൈമാറുക എന്നുവെച്ചാൽ അത് ടീമിന്റെ ഹൃദയത്തിൽ നിന്നൊരു ഭാഗം പറിച്ചുമാറ്റുന്നത് പോലെയാണ്. അതെ അതെ, വർഷങ്ങളായി ടീമിന്റെ കൂടെയുള്ള ആളാണ്. ധോണിയുടെ വലങ്കൈ എന്നൊക്കെ പറയാം. തീർച്ചയായും. പിന്നെ സാം കറൻ ഇന്നത്തെ ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഓൾറൗണ്ടർമാരിലൊരാള്. അങ്ങനെയുള്ള 2 പേരെയാണ് അവരൊരു കളിക്കാരന് വേണ്ടി കൊടുത്തത്. ഇത് CSKയുടെ ഒരു യുഗത്തിന്റെ അവസാനവും പുതിയൊന്നിന്റെ തുടക്കവുമാണ്. ശരിയാണ്. പക്ഷേ രാജസ്ഥാൻ റോയൽസിന്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ അവർക്കെങ്ങനെ ഇതിന് സമ്മതിക്കാൻ കഴിഞ്ഞു? അവരുടെ ക്യാപ്റ്റനെയാണ് അവർ വിട്ടുകൊടുക്കുന്നത്. അതൊരു നല്ല ചോദ്യമാണ്. ഒറ്റനോട്ടത്തിൽ രാജസ്ഥാന് നഷ്ടമാണെന്ന് നമുക്ക് തോന്നാം. പക്ഷെ കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിച്ചാൽ അവർക്കും നേട്ടങ്ങളുണ്ട്. ജഡേജയെപ്പോലെ അനുഭവസമ്പത്തുള്ള ഒരു ഇന്ത്യൻ ഓൾറൗണ്ടർ അവരുടെ മധ്യനിരയ്ക്ക് ഒരു വലിയ കരുത്താവും. പിന്നെ സാം കറൻ, അവരുടെ ഡെത്ത് ഓവർ ബോളിംഗ് കഴിഞ്ഞ കുറേ സീസണുകളായ ഒരു തലവേദനയായിരുന്നു. അവസാന ഓവറുകളിൽ ഒരുപാട് റൺസ് വഴങ്ങുന്നുണ്ടായിരുന്നു. അതെ, അതിനൊരു പരിഹാരമാണ് സാം കറൻ. അപ്പോ ഒരു ക്യാപ്റ്റനെ നഷ്ടപ്പെട്ടെങ്കിലും ടീമിലെ 2 പ്രധാന വിടവുകൾ നികത്താൻ അവർക്ക് പറ്റി. അപ്പോൾ 2 ടീമിന്റെ ഭാഗത്തു നിന്നും ഇതൊരു കണക്കുകൂട്ടിയുള്ള റിസ്ക് ആണ്. അതെ, ഒരു കാൽക്കുലേറ്റഡ് റിസ്ക്. അപ്പോൾ നമുക്ക് CSKയുടെ തന്ത്രത്തിലേക്ക് വരാം. കോച്ച് സ്റ്റീഫൻ ഫ്ലെമിങ്ങിന്റെ വാക്കുകൾ വളരെ ശ്രദ്ധേയമാണ്. ഒരു ഘട്ടത്തിൽ MS ധോണി കളി നിർത്തും എന്ന് അദ്ദേഹം തുറന്നു പറയുന്നു. അപ്പോൾ ഇത് ധോണിയുടെ പിൻഗാമിയെ കണ്ടെത്താനുള്ള ഒരു നീക്കം തന്നെയാണെന്നുറപ്പാണ്. പക്ഷേ സഞ്ജു തന്നെ വേണമെന്ന് അവർ തീരുമാനിക്കാൻ എന്താവാം കാരണം? ഫ്ലെമിംഗ് ഉപയോഗിച്ചൊരു വാക്കുണ്ട്, സക്സഷൻ പ്ലാനിംഗ്. പിന്തുടർച്ച ആസൂത്രണം. അതെ, അവരടുത്ത 1-2 വർഷത്തേക്കല്ല നോക്കുന്നത്. അല്ല, അടുത്ത 5-6 വർഷത്തേക്ക് ടീമിനെ ആര് നയിക്കും, ടീമിന്റെ മുഖം ആരായിരിക്കും എന്നാണ് അവർ ചിന്തിക്കുന്നത്. അവിടെയാണ് സഞ്ജു വരുന്നത്. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം ഒരു അന്താരാഷ്ട്ര നിലവാരമുള്ള വിക്കറ്റ് കീപ്പർ ബാറ്ററാണ്. ധോണിയുടെ റോൾ. അതേ റോൾ. രണ്ടാമതായി, IPLൽ ഒരു ടീമിനെ നയിച്ചു പരിചയമുണ്ട്. രാജസ്ഥാനെ ഫൈനലിൽ വരെ എത്തിച്ച ക്യാപ്റ്റനാണ്. പക്ഷേ എൻ്റെ ഒരു സംശയം, ഋഷഭ് പന്തിനെ പോലുള്ള മറ്റ് ഓപ്ഷനുകൾ അവർക്ക് നോക്കാമായിരുന്നില്ലേ? ഇന്ത്യൻ ടീമിന്റെ വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ പന്തിനായിരുന്നല്ലോ കൂടുതൽ പരിഗണന കിട്ടിയിരുന്നത്. അവിടെയാണ് CSKയുടെ ചിന്തയുടെ ഒരു പ്രത്യേകത. പന്ത് കഴിവുള്ള കളിക്കാരനാണ്, സംശയമൊന്നുമില്ല. പക്ഷേ സഞ്ജുവിനെപ്പോലെ ഒരു ടീമിനെ ഒരു അടിത്തട്ടിൽ നിന്ന് കെട്ടിപ്പടുത്ത് വർഷങ്ങളോളം നയിച്ച പരിചയം പന്തിനില്ല. സഞ്ജു രാജസ്ഥാൻ റോയൽസ് എന്ന ടീമിന്റെ ഒരു മുഖമായിരുന്നു. ശരിയാണ്. ധോണിയുടെ പിൻഗാമിയാകുമ്പോ കളിയിലെ കഴിവ് മാത്രം പോരല്ലോ, ഒരു ടീമിനെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ആ ഒരു നേതൃപാടവം, അതിനാണ് CSK ഒരുപക്ഷെ കൂടുതൽ വില കൽപ്പിച്ചത്. അതോടൊപ്പം ഫ്ലെമിംഗ് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ടീമിന്റെ പവർ പ്ലേയിലെ മെല്ലെപ്പോക്ക്. അതെ, സഞ്ജു ഒരു അറ്റാക്കിംഗ് ഓപ്പണർ കൂടിയാണ്. ആ പ്രശ്നത്തിനും ഇതൊരു പരിഹാരമാകും. ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും രസകരമാകുന്നത്. ധോണിയുടെ ആ ശാന്തമായ ക്യാപ്റ്റൻസി, അതിൽ നിന്ന് വ്യത്യസ്തമായി സഞ്ജു കുറച്ചുകൂടി അഗ്രസീവായൊരു ക്യാപ്റ്റനാണ്. ഈയൊരു മാറ്റം ചെന്നൈയുടെ കളിരീതിയെ എങ്ങനെയാവും ബാധിക്കുക? അതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. ധോണി ഒരു പ്രോസസ് ഡ്രിവൻ ക്യാപ്റ്റനാണ്.
ഫലത്തെക്കുറിച്ച് അധികം ആകുലപ്പെടാതെ ആ പ്രോസസ്സിൽ വിശ്വസിക്കുന്ന ശൈലി. സഞ്ജു കുറച്ചുകൂടി ഇൻസ്റ്റിങ് ഡ്രിവൺ ആണ്. സാഹചര്യങ്ങൾക്കനുസരിച്ച് പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന രീതി. പക്ഷെ CSKയുടെ ആ ഒരു കൾച്ചറുണ്ടല്ലോ, അത് കളിക്കാരെ മാറ്റിയെടുക്കാൻ കഴിവുള്ള ഒന്നാണ്. ഷെയ്ൻ വാട്സന്റെയൊക്കെ കളി CSKയിൽ വന്നപ്പോ എത്രമാത്രം മാറിയെന്ന് നമ്മൾ കണ്ടതാണ്. ശരിയാണ്. അതുകൊണ്ട് സഞ്ജുവിന്റെ അഗ്രഷനും CSKയുടെ ആ ശാന്തമായ സമീപനവും ചേർന്ന ഒരു പുതിയ ശൈലി ഒരുപക്ഷെ നമുക്ക് കാണാൻ പറ്റിയേക്കാം. ഇനി നമുക്ക് സഞ്ജു എന്ന കളിക്കാരനിലേക്ക് വരാം. ടൈംസ് ഓഫ് ഇന്ത്യയുടെ ഒരു ലേഖനത്തിൽ അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് ദ ക്യൂറിയസ് കേസ് ഓഫ് സഞ്ജു സാംസൺ എന്നാണ്. അതായത് സഞ്ജു സാംസൺ എന്ന പ്രഹേളിക ഇത്രയധികം കഴിവുണ്ടായിട്ടും ഇന്ത്യൻ ടീമിലൊരു സ്ഥിരം സ്ഥാനം നേടാൻ ബുദ്ധിമുട്ടിയ കളിക്കാരൻ. അതെ, ഈ ട്രേഡിനെ ആ ഒരു പശ്ചാത്തലത്തിൽ കൂടി കാണേണ്ടതല്ലേ? തീർച്ചയായും. സഞ്ജുവിന്റെ കരിയർ വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞതാണ്. BCCIയുടെ പ്രൊഫൈൽ അനുസരിച്ച് 2024 മാത്രം T20 അന്താരാഷ്ട്ര മത്സരങ്ങളിൽ 3 സെഞ്ചുറികളാണ് അദ്ദേഹം നേടിയത്. ഒരു കാലണ്ടർ വർഷത്തിൽ 3 T20 സെഞ്ചുറികൾ. അത് നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ താരമാണ്. അതെ, ബംഗ്ലാദേശിനും സൗത്ത് ആഫ്രിക്കയ്ക്കുമെതിരെ തുടർച്ചയായി സെഞ്ചുറികൾ. ഇതൊന്നും ചെറിയ കാര്യമല്ല. പക്ഷേ അതേസമയം ഏഷ്യാകപ്പ് ടീമിൽ ഇടം നേടാൻ ശുഭ്മാൻ ഗിൽ, ജിതേഷ് ശർമ്മ എന്നിവരുമായി അദ്ദേഹത്തിന് കടുത്ത മത്സരം നേരിടേണ്ടി വന്നു. അതെ, ടീമിൽ ഇടം കിട്ടിയാൽ തന്നെ പ്ലേയിങ് 11ൽ സ്ഥാനം ഉറപ്പില്ലാത്തൊരവസ്ഥ. ഇതിന്റെ കാരണം സ്ഥിരതയില്ലായ്മ എന്നാണോ പൊതുവെ പറയപ്പെടുന്നത്? സ്ഥിരതയില്ലായ്മ ഒരു കാരണമായി പലരും പറയുന്നുണ്ട്. പക്ഷേ അതിനപ്പുറം ചില കാര്യങ്ങളുണ്ട്. ഒരു റിപ്പോർട്ടില് സഞ്ജു ഷേഖ് എന്നൊരു ഓപ്പണിംഗ് കൂട്ടുകെട്ടിനെക്കുറിച്ച് പറയുന്നുണ്ട്. സഞ്ജുവും അഭിഷേക് ശർമ്മയും 2024 അവർ ഓപ്പൺ ചെയ്തപ്പോൾ ഇന്ത്യ 6 തവണ 200 റൺസിന് മുകളിൽ സ്കോർ ചെയ്തു. അവരുടെ ശൈലി ആദ്യ ബോൾ മുതൽ അറ്റാക്ക് ചെയ്യുക എന്നതായിരുന്നു. പക്ഷെ ഗിൽ ഓപ്പണിംഗിലേക്ക് വന്നപ്പോ? അതെ, ഗില്ല് വന്നപ്പോൾ 6 കളികളിൽ ഒരേ ഒരു തവണ മാത്രമാണ് ഇന്ത്യക്ക് 200 കടക്കാൻ സാധിച്ചത്. ഇത് ഫയർ പവർ ഓവർ ഫിനസ് എന്ന ആശയത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. അതായത് ഇന്നത്തെ T20യിൽ ഭംഗിയുള്ള ഷോട്ടുകളേക്കാൾ പ്രഹരശേഷിക്കാണ് ആവശ്യം. സഞ്ജു അത് നൽകുന്ന കളിക്കാരനാണ്. അപ്പോ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് വേണ്ടത്ര പിന്തുണ കിട്ടുന്നില്ല എന്നാണോ? ഗൗതം ഗംഭീർ സഞ്ജുവിനോട് പറഞ്ഞതായി ഒരു വാചകമുണ്ട്. നീ 21 തവണ ഡക്കായാൽ മാത്രമേ ഞാൻ നിന്നെ ടീമിൽ നിന്ന് മാറ്റൂ. അങ്ങനൊരു വിശ്വാസമാണോ സഞ്ജുവിന് പലപ്പോഴും കിട്ടാതെ പോയത്? കൃത്യമായി അതാണ് പോയിന്റ്. ഒരു കളിക്കാരന്റെ ഏറ്റവും മികച്ച പ്രകടനം പുറത്തുകൊണ്ടുവരുന്നത് ആ ഒരു വിശ്വാസമാണ്. ഒരൊറ്റ കളിയിലെ പരാജയം കൊണ്ട് ടീമിൽ നിന്ന് പുറത്താകില്ല എന്ന ഉറപ്പ് കിട്ടുമ്പോൾ ഒരു കളിക്കാരന് ഭയമില്ലാതെ കളിക്കാൻ പറ്റും. ഒരു പക്ഷേ സഞ്ജുവിനെ ഇന്ത്യൻ ടീമിൽ കിട്ടാതെ പോയത് ആ ഒരു ഉറപ്പായിരിക്കാം. CSK നൽകാൻ പോകുന്നത് ആ വിശ്വാസമായിരിക്കാം. ചെന്നൈ ടീമിന്റെ ചരിത്രം അതാണല്ലോ. അതെ, അവർ കളിക്കാരെ പെട്ടെന്ന് കൈവിടാറില്ല. അവർക്ക് തുടർച്ചയായി അവസരങ്ങൾ നൽകും. ഇങ്ങനെയൊരു പിന്തുണയാണ് CSK വാഗ്ദാനം ചെയ്യുന്നത്. എന്നാൽ കളിക്കളത്തിലെ പിന്തുണ മാത്രമല്ലല്ലോ. 18 കോടി രൂപയുടെ ഒരു ടാഗ് വരുമ്പോൾ അതിനു പിന്നിൽ വലിയൊരു സാമ്പത്തിക ശാസ്ത്രം കൂടിയുണ്ടല്ലേ? തീർച്ചയായും. നമുക്ക് IPL എന്ന ആ ബിസിനസ് സാമ്രാജ്യത്തിലേക്ക് കടക്കാം. അതെ, ഹൂലിഹാൻ ലോക്കയുടെ 2025 IPL മൂല്യനിർണ്ണയ റിപ്പോർട്ട് അനുസരിച്ച് IPLന്റെ മൊത്തം ബിസിനസ് മൂല്യം $18.5 ബില്യൺ. 1.5 ലക്ഷം കോടി രൂപ. അതെ, 1.5 ലക്ഷം കോടി രൂപ. ഇത് ഫുട്ബോളിലെ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, അമേരിക്കയിലെ NBA അത്തരം ലീഗുകളുമായി താരതമ്യം ചെയ്യാവുന്ന ഒരു ഭീമൻ സംഖ്യയാണ്. ഇതിന്റെ ബ്രാൻഡ് മൂല്യം മാത്രം $3.9 ബില്യൺ വരും. എനിക്കിപ്പോഴും പൂർണ്ണമായും മനസ്സിലാവാത്തൊരു കാര്യമുണ്ട്. IPL ഫ്രാഞ്ചൈസികളുടെ ഈ സാമ്പത്തിക മാതൃക അതെങ്ങനെയാണ് ഇത്ര ലാഭകരമാവുന്നത്? കളിക്കാർക്ക് കോടികൾ ശമ്പളം കൊടുക്കുന്നില്ലേ? IPLന്റെ സാമ്പത്തിക മാതൃക വളരെ ആകർഷകമാണ്. ഒന്ന്, സ്റ്റേഡിയം പോലുള്ള അടിസ്ഥാന സൗകര്യങ്ങൾക്കായി അവർക്ക് വലിയ നിക്ഷേപം വേണ്ട. 2, മീഡിയ റൈറ്റ്സ് വഴി BCCIയിൽ നിന്ന് ഓരോ ടീമിനും കോടിക്കണക്കിന് രൂപയുടെ ഒരു ഉറപ്പായ വരുമാനം കിട്ടുന്നുണ്ട്. മൂന്നാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായ കാര്യമാണ് സാലറി ക്യാപ്പ്. അതായത് കളിക്കാരുടെ ശമ്പളത്തിന് ഒരു പരിധിയുണ്ട്. അതൊന്ന് ലളിതമായി വിശദീകരിക്കാമോ? തീർച്ചയായും. ഒരു ടീമിന് അവരുടെ കളിക്കാർക്ക് ശമ്പളമായി കൊടുക്കാവുന്ന ആകെ തുകയ്ക്ക് ഒരു ലിമിറ്റുണ്ട്. ഇപ്പോൾ അത് ഏകദേശം 100 കോടി രൂപയാണ്. ഓക്കേ. ഇതിനർത്ഥം
ടീമുകളുടെ ഏറ്റവും വലിയ ചെലവായ കളിക്കാരുടെ ശമ്പളത്തിൽ ഒരു നിയന്ത്രണം വരുന്നു. അതുകൊണ്ടുതന്നെ വരുമാനം എത്ര കൂടിയാലും ചെലവ് ഒരു പരിധി വിട്ടു പോകാത്തതുകൊണ്ട് ലാഭം ഉറപ്പിക്കാൻ എളുപ്പമാണ്. മനസ്സിലായി. ഈ സാലറി ക്യാപ്പ് ഉള്ളതുകൊണ്ടാണ് യൂറോപ്പിലെ ഫുട്ബോൾ ക്ലബ്ബുകളെപ്പോലെ IPL ടീമുകൾ കടക്കെണിയിലാകാത്തത്. അപ്പോൾ CSKയുടെ കാര്യം എടുത്താൽ റിപ്പോർട്ട് പ്രകാരം $235 മില്യൺ ബ്രാൻഡ് മൂല്യവുമായി അവർ 3-ാം സ്ഥാനത്തുണ്ട്. അതായത് 2000 കോടി രൂപയ്ക്ക് മുകളിൽ. അപ്പോൾ ഈ 18 കോടി മുടക്കി സഞ്ജുവിന് ടീമിലെത്തിക്കുന്നത് അവരുടെ ബ്രാൻഡ് മൂല്യം കൂട്ടാനുള്ള ഒരു നിക്ഷേപം കൂടിയാണോ? ദക്ഷിണേന്ത്യയിൽ വലിയൊരു ആരാധക വൃന്ദമുണ്ട്. അതെ. അദ്ദേഹത്തിന്റെ വരവ് CSKയുടെ ഫാൻ ബേസ് കൂട്ടും. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള ആരാധകരെ ഒരുമിപ്പിക്കാൻ ഇത് സഹായിക്കും. ശരിയാണ്. ടിക്കറ്റ് വിൽപ്പന, ജേഴ്സി വിൽപ്പന. അതെ, മെർച്ചൻഡൈസ് വിൽപ്പന, സ്പോൺസർഷിപ്പുകൾ, ഇതിലെല്ലാം വലിയ വർധനവുണ്ടാകും. ധോണിക്ക് ശേഷമുള്ള കാലഘട്ടത്തിൽ ടീമിന്റെ മുഖമായി മാറാൻ സാധ്യതയുള്ള ഒരാളിൽ 18 കോടി നിക്ഷേപിക്കുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ അവർക്ക് ലാഭകരമാകും. ഇത്രയൊക്കെ സംഭവിക്കുമ്പോൾ സഞ്ജുവിനെ എന്തു തോന്നുന്നു എന്നറിയാൻ എല്ലാവർക്കും ആകാംക്ഷയുണ്ടാകും. ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ വളരെ ഹൃദയസ്പർശിയാണ്. കഴിഞ്ഞ 5 മാസമായി ഞാൻ ഈ ദിവസത്തിനായി കാത്തിരിക്കുകയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആ മഞ്ഞ ജേഴ്സി ആദ്യമായി അണിഞ്ഞപ്പോൾ ഒരു ചാമ്പ്യനെപ്പോലെ തോന്നിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇത് അദ്ദേഹത്തിന്റെ കരിയറിലെ ഒരു പുതിയ അധ്യായത്തിന്റെ തുടക്കം തന്നെയാണ്. തീർച്ചയായും. രാജസ്ഥാൻ റോയൽസിന്റെ ക്യാപ്റ്റനായി ഒരു ടീമിനെ നയിച്ച് 2022 ഫൈനലിലും 2024 പ്ലേ ഓഫിലും എത്തിച്ച ഒരു കളിക്കാരനാണ് അദ്ദേഹം. ആ ടീമിന്റെ നായകനായിരുന്ന ഒരാള് ഇപ്പോൾ 5 തവണ ചാമ്പ്യന്മാരായ ഒരു ടീമിലെ പുതിയ അംഗമായി മാറുമ്പോൾ അതിൻ്റെതായ സമ്മർദ്ദങ്ങളും പ്രതീക്ഷകളും ഉണ്ടാകും. പക്ഷേ ധോണിയെപ്പോലൊരു ഇതിഹാസത്തിന്റെ കീഴിൽ കളിക്കാനും അദ്ദേഹത്തിൽ നിന്ന് പഠിക്കാനുമുള്ളൊരു അവസരം കൂടിയാണിത്. അത് അദ്ദേഹത്തിന്റെ കരിയറിന് വലിയൊരു മുതൽക്കൂട്ടാകും. ശരിയാണ്. പക്ഷേ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ CSK കളിക്കാർക്ക് നല്ല പിന്തുണ കൊടുക്കും. എന്നാലും ധോണിയുടെ പിൻഗാമിയാവുക എന്ന സമ്മർദ്ദം അത് ചില്ലറയല്ലല്ലോ. ആ പ്രതീക്ഷയുടെ ഭാരം ഈ പിന്തുണയെ മറികടക്കുമോ? അതൊരു യാഥാർത്ഥ്യമാണ്. സമ്മർദ്ദമുണ്ടാകും, ഉറപ്പാണ്. ധോണി എന്നത് ഒരു കളിക്കാരൻ മാത്രമല്ല, CSK എന്ന ടീമിന്റെ ഒരു പര്യായം കൂടിയാണ്. ആ ഒരു വിടവ് നികത്തുക എന്നത് ശരിക്കും പറഞ്ഞാൽ അസാധ്യമായ കാര്യമാണ്. ഇവിടെ സഞ്ജു ശ്രമിക്കേണ്ടത് ധോണിയെപ്പോലെ ആകാനല്ല, സഞ്ജു ആയിരിക്കാനാണ്. അദ്ദേഹത്തിന്റെ സ്വാഭാവികമായ കളി പുറത്തെടുക്കാനാണ്. CSKയുടെ മാനേജ്മെന്റും ആരാധകരും അത് മനസ്സിലാക്കുമെന്ന് ഞാൻ കരുതുന്നു. അവർ സഞ്ജുവിൽ നിന്ന് മറ്റൊരു ധോണിയെ അല്ല പ്രതീക്ഷിക്കുന്നത്. അല്ല, ടീമിനെ വിജയങ്ങളിലേക്ക് നയിക്കാൻ കഴിവുള്ള ഒരു പുതിയ നായകനെയാണ്. അതെ, കൃത്യമായി. അപ്പോൾ സഞ്ജു സാംസണിന്റെ ചെന്നൈയിലേക്കുള്ള ഈ മാറ്റം പല തലങ്ങളിലുള്ളൊരു സംഭവമാണ്. ഇത് ധോണിയുടെ പിൻഗാമിയെ കണ്ടെത്താനുള്ള CSKയുടെ ഒരു ദീർഘകാല തന്ത്രമാണ്. സ്ഥിരതയില്ലാത്ത കരിയറിന് പേരുകേട്ടൊരു കളിക്കാരന് ലഭിക്കുന്ന ഏറ്റവും വലിയ അവസരമാണ്. ഒപ്പം IPL എന്ന ആഗോള കായിക ബിസിനസ്സിലെ ഒരു നിർണായക നീക്കവുമാണ്. ഈ വിശകലനം അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാനായൊരു ചോദ്യം തരാം. കളിക്കാരെ പൂർണ്ണമായും പിന്തുണയ്ക്കുകയും അവർക്ക് സ്ഥിരത നൽകുകയും ചെയ്യുന്ന ഒരു ടീം കൾച്ചറിന് പേരുകേട്ടവരാണ് CSK. സഞ്ജുവിന്റെ കരിയറിലുടനീളം പലരും ചൂണ്ടിക്കാണിച്ച പ്രധാന പ്രശ്നം സ്ഥിരതയില്ലായ്മയും വേണ്ടത്ര പിന്തുണ ലഭിക്കാത്തതുമാണ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. CSKയുടെ ഈ വിശ്വാസവും പിന്തുണയും അദ്ദേഹത്തിലെ ഏറ്റവും മികച്ച കളിക്കാരനെ പുറത്തുകൊണ്ടുവരുമോ? അതോ തലയുടെ പകരക്കാരൻ എന്ന അസാധ്യമായ ഭാരം അദ്ദേഹത്തെ തളർത്തുമോ?